ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആമീസ് ബർത്ത്ഡേ എന്നുള്ള പാഠഭാഗത്തിൻ്റെ വർക്ക്ഷീറ്റ്സ് ആണ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. സെലക്ട് യുവർ ബർത്ത്ഡേ കേക്ക്. ലൈറ്റ് ദ കാൻഡിൽസ് യൂസിങ് ഓറഞ്ച് കളർ. കളർ ഓൾ ദ കേക്ക്സ്. ഇതിൽ നിന്ന് നിങ്ങളുടെ ബർത്ത്ഡേ കേക്ക് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ കാൻഡിൽസിന് മെഴുകുതിരി ഉണ്ട് അല്ലേ, അതിന് ഓറഞ്ച് കളർ കൊടുക്കണം. എല്ലാ കേക്കിനും കളർ കൊടുക്കാനും പറഞ്ഞിരിക്കുന്നു. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ എല്ലാവരും കളർ കൊടുക്കണം. ഓക്കെ. ദ ബർത്ത്ഡേ ഓഫ് ആമി ആൻഡ് സം ഓഫ് ഹെർ ഫ്രണ്ട്സ് ഫോൾ ഓൺ ഓഗസ്റ്റ്. ആമിയുടെയും അവളുടെ കുറച്ച് ഫ്രണ്ട്സിൻ്റെയും ബർത്ത്ഡേ വരുന്നത് ഓഗസ്റ്റിലാണ്. അപ്പോൾ ആരുടെയൊക്കെയാണ്? മിഴിയുടേത് ഓഗസ്റ്റ് 1-ന്, പിന്നെ ആമിയുടേത് നമ്മൾ പറഞ്ഞു അല്ലേ, ഓഗസ്റ്റ് 10, അഹാൻ ഓഗസ്റ്റ് 9, നൈഗ ഓഗസ്റ്റ് 6, ചേതൻ ഓഗസ്റ്റ് 12, ആൻ ഓഗസ്റ്റ് 11, നേഹ ഓഗസ്റ്റ് 8, ഇസ ഓഗസ്റ്റ് 7, സജീർ ഓഗസ്റ്റ് 3. അപ്പോൾ 1-ാം തീയതിയും 9-നും 6-നും 10-നും 8-നും 3-നും 7-നും 11-നും 12-നും ഒക്കെ ആമിയുടെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ഉണ്ട് അല്ലേ. പറഞ്ഞിരിക്കുന്നത് താഴെ ഒരു കലണ്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഡേറ്റ്, കുട്ടികളുടെ പിറന്നാൾ ദിവസം, ആ കലണ്ടറിലെ കോളങ്ങൾക്ക്, ദിവസങ്ങൾക്ക് കളർ കൊടുക്കാനാണ്. അപ്പോൾ എല്ലാവരും ആ ട്രീ നോക്കി ഏത് ദിവസമാണ് വരുന്നത് എന്നുള്ളത് കളർ കൊടുക്കണം. ഓക്കെ. പിന്നെ നിങ്ങൾ കലണ്ടർ ശ്രദ്ധിച്ചോ? കലണ്ടറിൽ ഓരോ ദിവസങ്ങളുണ്ട് അല്ലേ. സൺഡേ ഞായറാഴ്ച, മൺഡേ തിങ്കളാഴ്ച, ട്യൂസ്ഡേ ചൊവ്വാഴ്ച, വെനസ്ഡേ ബുധനാഴ്ച, തേഴ്സ്ഡേ വ്യാഴാഴ്ച, ഫ്രൈഡേ വെള്ളിയാഴ്ച, സാറ്റർഡേ ശനിയാഴ്ച. ആഴ്ചയിൽ 7 ദിവസങ്ങളാണുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മാസങ്ങളുടെയൊക്കെ പേരുകൾ പഠിക്കണം. ലുക്ക് അറ്റ് ദീസ് നമ്പേഴ്സ്. ഏതൊക്കെയാണ് നമ്പേഴ്സ് ഉള്ളത്? 10, 8, 12, 6, 9, 15, 5, 13, 11. ഇത്രയും നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ. Now write the answers to the questions below. The smallest number, ഏറ്റവും ചെറിയ നമ്പറും the biggest number, ഏറ്റവും വലിയ നമ്പറും എഴുതണം. ഏതാണെന്ന് നോക്കാം. ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 5 ആണ്. ബിഗ്ഗസ്റ്റ് വലിയ നമ്പർ ഏതാണ്? 15. ഇനി ചോദിച്ചിരിക്കുന്നത് നമ്പേഴ്സ് ബിലോ 10. ബിലോ എന്ന് പറഞ്ഞാൽ താഴെയാണ്. 10-ന് താഴെ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 5, 6, 8, 9. ഇതാണ് 10-ന് താഴെ വരുന്ന നമ്പേഴ്സ്. നമ്പേഴ്സ് ബിറ്റ്വീൻ 10 and 15. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ, 10-നും 15-നും ഇടയിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 11, 12, 13. ഇതൊക്കെയാണ് 10 to 15 വരുന്നത്. ദെൻ ഇതിന് ഓർഡറിൽ എഴുതി നോക്കാം. 5, 6, 8, 9, 10, 11, 12, 13, 15 ഇങ്ങനെയാണ് വരുന്നത്. ഇനി വർക്ക്ഷീറ്റ് 26. ലെറ്റ്സ് ആഡ് ആൻഡ് റൈറ്റ്. ആഡ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. 10 ഉണ്ട് ആദ്യത്തെ കോളത്തിൽ, പിന്നെ 5. 10 and 5 make 15. 10ഉം 5ഉം 15. അടുത്തത് 10 and 3 make 13. 10ഉം 3ഉം 13. 10 and 2 12. 10ഉം 2ഉം 12. 10 and 4 make 14. 10ഉം 4ഉം 14. 10 and 1 make 11. 10ഉം 1ഉം 11. ഇങ്ങനെയാണ് എഴുതേണ്ടത്. കൗണ്ട് ആൻഡ് റൈറ്റ്. തന്നിരിക്കുന്ന പിക്ചേഴ്സ് എത്രയാണ് എന്ന് കൗണ്ട് ചെയ്ത് എഴുതണം. ആദ്യത്തേത് നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. 16 എണ്ണമാണ് ഉള്ളത് അല്ലേ. അടുത്തത് കൗണ്ട് ചെയ്ത് നോക്കൂ. എത്രയാണുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17. 17 എണ്ണമാണ് ഉള്ളത്. ഇനിയുള്ളത് എത്രയാണ്? നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. എത്രയാണ്? 19. 19 എണ്ണമാണ് ഉള്ളത്. നെക്സ്റ്റ് 18. 18.
അടുത്തതോ 20 20. ഫൈൻഡ് ദ നമ്പേഴ്സ് ഹൈഡിങ് ബിഹൈൻഡ് ഈച്ച് എനിമൽ. ഫൈൻഡ് ആൻഡ് സർക്കിൾ ഇറ്റ് ഫ്രം ദ ബോക്സ്. നമ്പേഴ്സ് തന്നിട്ടുണ്ട് ബോക്സിൽ, അതുപോലെ തന്നെ കുറച്ച് എനിമൽസ് തന്നിരിക്കുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ എനിമൽസ് ഉള്ള ബോക്സിൽ ഒളിഞ്ഞിരിക്കുന്ന നമ്പേഴ്സ് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 1 ഇല്ല, 2 ഉണ്ട്, പിന്നെ 3 ഇല്ല, 4 ഉണ്ട്, 5 ഉണ്ട്, 6, 7, 8, 9, 10 ഇല്ല, 11 ഉണ്ട്, 12 ഇല്ല, 13 ഉണ്ട്, 15, 17, 19, 20. അപ്പോൾ ഇത്രയുമാണ് ഉള്ളത്. ഫിഷ് ഉള്ള സ്ഥലത്ത് ഏത് നമ്പർ ആയിരിക്കും? ആദ്യത്തേതാണ് അല്ലേ? അപ്പോൾ 2വിന് മുൻപുള്ളതാണ്. അപ്പോൾ ഏതായിരിക്കും? 1. പിന്നെ റേറ്റ് വരുന്നത് 3 ആയിരിക്കും അല്ലേ? 2വിനും 4നും ഇടയ്ക്ക്. പിന്നെയോ റാബിറ്റ് വരുന്നത് 10 ആണ്. ഔൾ വരുന്നത് 12 ആണ്. കാറ്റ് വരുന്നത് 14 13നും 15നും ഇടയിലാണ് അല്ലേ? പിന്നെ 16 സ്ക്വിരൽ, 18 മങ്കി. ഇതൊക്കെയാണ് ആ നമ്പേഴ്സ്, എനിമൽസിൻ്റെ ബാക്കിൽ ഒളിച്ചിരിക്കുന്ന നമ്പേഴ്സ്. കംപ്ലീറ്റ് ദ ബോക്സസ്. 10 ബീഡ്സ് ആർ ഇൻ ദ ഇന്നർ സർക്കിൾ. ആ നടുവിലുള്ള സർക്കിളിൽ 10 ബീഡ്സ് ആണ്. ഡ്രോ ബീഡ്സ് ഇൻ ദ എംപ്റ്റി ബോക്സസ് ആൻഡ് കംപ്ലീറ്റ് ദ പാറ്റേൺ. സെൻറ്ററിലായിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ 10 ബീഡ്സ് ആണെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമതായി കൊടുത്തിരിക്കുന്നതിൽ കുറച്ച് ബീഡ്സ് ഉണ്ട് അല്ലേ? അതിൽ എംപ്റ്റി ആയിട്ട് കിടക്കുന്നുണ്ട് ചില ബോക്സസ്. അതിലെത്രയാണെന്ന് കണ്ടുപിടിച്ച് നമ്പർ എഴുതണം. അപ്പോൾ ചില നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കാം. 10 കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ. അതുകൂടാതെ 3 ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. 10 ആൻഡ് 3 മേക്ക് 13 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 13. 10ഉം 3ഉം 13. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കില്ലേ ബാക്കിയുള്ള നമ്പേഴ്സും? അപ്പോൾ നമുക്കതൊന്ന് കൗണ്ട് ചെയ്ത് എഴുതിയാലോ? 11 കൊടുത്തിട്ടുണ്ട് നമ്പർ. അപ്പോൾ അതിൻ്റെ എംപ്റ്റി ബോക്സിൽ എത്രയായിരിക്കും? 1 എന്ന് എഴുതണം അല്ലേ? 10 + 1 = 11. 12 കൊടുത്തിട്ടുണ്ട്. 10 + 2 2 ബീഡ്സ് വരച്ച് ചേർക്കണം. അപ്പോൾ 12 ആയി. പിന്നെ 13 നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? 10 + 3 13. പിന്നെ 10 + 4 14 എന്ന് അവിടെ എഴുതണം. ഇനി 15 എന്ന് തന്നിട്ടുണ്ട്, പക്ഷേ ബീഡ്സ് ഒന്നും വരച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ബീഡ്സ് വരച്ചു കൊടുക്കണം. എത്ര ബീഡ്സ് വരയ്ക്കണം? 5 അല്ലേ? 10 ആൻഡ് 5 മേക്ക് 15. പിന്നെയോ അടുത്തത് വരുന്നത് 10 ആൻഡ് 6 മേക്ക് 16. പിന്നെ 10 ആൻഡ് 7 മേക്ക് 17. 10 ആൻഡ് 8 മേക്ക് 18. 10 ആൻഡ് 9 മേക്ക് 19. 10 ആൻഡ് 10 മേക്ക് 20. ബീഡ്സ് ഇല്ലാത്തിടത്ത് ബീഡ്സ് വരച്ചു കൊടുക്കണം, നമ്പർ ഇല്ലാത്തിടത്ത് അത് എഴുതി കൊടുക്കണം. അങ്ങനെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ദ പാറ്റേൺ ആസ് ഗിവൺ. 11 എന്ന് പറയുന്നത് ഏതൊക്കെ കൂടിയതാണ്? 10 + 1. 12 10 + 2. 13 10 + 3 13. 10 + 4 14. 10 + 5 15. 10 + 6 16. 10 + 7 17. 10 + 8 18. 10 + 9 19. 10 + 10 20. എങ്ങനെയാണ്? 10ഉം 1ഉം 11. 10ഉം 2ഉം 12. 10ഉം 3ഉം 13. 10ഉം 4ഉം 14. 10ഉം 5ഉം 15. 10ഉം 6ഉം 16. 10ഉം 7ഉം 17. 10ഉം 8ഉം 18. 10ഉം 9ഉം 19. 10ഉം 10ഉം 20. Let's find the way. Chin and Rat got a piece of cake on Amy's birthday. Help Chinnan find his path. Connect circles in the correct path. ചിന്നൻ എലിക്ക് ഒരു പീസ് കേക്ക് കിട്ടി ആമിയുടെ ബർത്ത്ഡേക്ക്. അപ്പോൾ ആൾ മാളത്തിലേക്ക് പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് ഒന്ന് നിങ്ങളോട് സഹായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, കറക്റ്റ് വഴിയിലൂടെ. അപ്പോൾ നമുക്കൊന്ന് സഹായിക്കാം. എങ്ങനെയാണ് പോകേണ്ടത്? 1ലാണ് നിൽക്കുന്നത്. ഇനി എങ്ങനെ പോകണം? 2 3 4 5 6
7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ദാ എത്തി. Let's complete. Each card must have the numbers in order. Write the missing numbers. ചില കാർഡ്സ് തന്നിട്ടുണ്ട്, അതിൽ ചില നമ്പർ മിസ്സിംഗ് ആണ്. അപ്പോൾ ആ നമ്പർ എന്ന് പറയുന്നത് ഓർഡറിലാണ്. അപ്പോൾ 1ഉം തന്നിട്ടുണ്ട്, 4ഉം തന്നിട്ടുണ്ട്. ഓർഡറിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 1, 2, 3, 4. 1, 2, 3, 4. നെക്സ്റ്റ് വരുന്നത് 6 ആണ്. അപ്പോൾ 6ന് മുൻപ് ഏത് വരും? 5ഉം 5ന് മുമ്പ് 4ഉം വരും അല്ലേ? അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. 4, 5, 6, 7. 4, 5, 6, 7. പിന്നെയുള്ളത് 9, 10, 11, 12. 9, 10, 11, 12. നെക്സ്റ്റ് 14 ആണ് അല്ലേ? അപ്പോൾ 14, 14, 15, 15, 16, 16, 17, 17. റാബിറ്റ് പിടിച്ചിരിക്കുന്നത് ഒരു കാർഡിൽ 10 ആണ് അല്ലേ? അപ്പോൾ ഏതായിരിക്കും വരുന്നത്? 7, 7, 8, 8, 9, 9, 10, 10. ഇനി ക്യാറ്റിൻ്റേതോ 20 ആണ് അല്ലേ? അപ്പോൾ അതിന് 3 കോളം ബ്ലാങ്ക് ആയിട്ടാണുള്ളത്. അപ്പോൾ ഏതൊക്കെയായിരിക്കും? 17, 17, 18, 18, 19, 19, 20, 20. നമ്പർ ഐ റോട്ട് ഇൻ ഓർഡർ. നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് എഴുതാം. 5, 6, 7, 8. പിന്നെ ഒന്നുള്ളത് 12, 13, 14, 15. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാം. ലെറ്റ്സ് ആഡ് ആൻഡ് കംപ്ലീറ്റ് ദ നമ്പർ ചെയിൻ. ആദ്യം തന്നിരിക്കുന്നത് 20 ആണ്. പഠിച്ചിട്ടുണ്ട് 10 ആൻഡ് 10 മേക്ക് 20 എന്ന് അല്ലേ? ഇനി 10 എങ്ങനെ ഡിവൈഡ് ചെയ്യാം നമുക്ക്? 7 തന്നിട്ടുണ്ട്. ഇനി 10 ആവാൻ എത്ര വേണം? 8, 9, 10. 3 കൂടി വേണം. അപ്പുറത്ത് 10നെ ഡിവൈഡ് ചെയ്തപ്പോൾ 6 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ഒരു നമ്പർ ഏതായിരിക്കും? 6 കഴിഞ്ഞാൽ നമുക്ക് എത്ര കൂടി വേണം 10 ആവാൻ? 7, 8, 9, 10. എത്ര എണ്ണം വേണം? 4 എണ്ണം കൂടി വേണം. താഴെയുള്ള 4 നോക്കൂ. 7 ആവാൻ നമുക്ക് എത്ര വേണം? 5, 6, 7. 4 ആൻഡ് 3 മേക്ക് 7. അങ്ങനെയാണെങ്കിൽ 3 ആവാൻ എത്ര വേണം? 2 ആൻഡ് 1 മേക്ക് 3. നെക്സ്റ്റ് നോക്കൂ. 6 ആണ് അല്ലേ? 6 എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? 3 ആൻഡ് 3 മേക്ക് 6. 4 2 ആൻഡ് 2 മേക്ക് 4. The number in each circle is the sum of the numbers in boxes against them. Read the missing ones. ബോക്സിൽ കംപ്ലീറ്റ് അല്ലാത്തത് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ 5 + 3 = 8 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റോ 2 + 8 എത്ര കിട്ടും? 10. ഇനി താഴോട്ട് നോക്കാം. 5 + 2 7, 8 + 3 11. ഇനി നമുക്ക് 11 തന്നിട്ടുണ്ട്, 6ഉം തന്നിട്ടുണ്ട്. ഒരു കോളം ബ്ലാങ്ക് ആണ്. അപ്പോൾ അവിടെ എത്രയായിരിക്കും? 6ൽ നിന്ന് 11ലേക്ക് എത്ര വേണം? 7, 8, 9, 10, 11. 5 ആണ് വേണ്ടത് അല്ലേ? 6 ആൻഡ് 5 മേക്ക് 11. നെക്സ്റ്റ് 4 മാത്രം തന്നിരിക്കുന്നു. അപ്പോൾ അടുത്ത കോളം ഏതാണെന്ന് നമുക്ക് ഇഷ്ടത്തിന് എഴുതാം. അതുകൂടാതെ മുകളിൽ ഒരു 6 തന്നിട്ടുണ്ട്, താഴെ ഒരു 9ഉം തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 6, 9 ആവാൻ എത്ര വേണം? 7, 8, 9. 3 കൂടി വേണ്ടേ? അപ്പോൾ നമുക്ക് ആ 3നെ 4ൻ്റെ കൂടെ ആഡ് ചെയ്ത് നോക്കിയാലോ? 3 + 4 എത്ര കിട്ടും? 7. പിന്നെ 5ഉം 4ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ച് ചെയ്ത് നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്. നമ്പർ ഇൻ ഈച്ച് റോ. തന്നിരിക്കുന്ന ആ ഓരോ നമ്പേഴ്സ് ഉണ്ട് അല്ലേ? ഓരോ റോയിലെയും
ലാർജസ്റ്റ് നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ റോ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 11, 6, 7, 10, 8. അപ്പോൾ അതിലെ ലാർജ് നമ്പർ എന്ന് പറയുന്നത് 11 ആണ് അല്ലേ? അതുപോലെ തന്നെ അടുത്തത് നോക്കാം. 9, 12, 8, 11, 10. ഏതാണ് ലാർജ് നമ്പർ? 12 ആണ്. പിന്നെ 12, 10, 13, 9, 11. അതിലെ ലാർജ് നമ്പർ എന്ന് പറയുന്നത് 13 ആണ്. ഏതാണ്? 11, 12, 9, 14, 10. ലാർജ് 14 ആണ്. ലാസ്റ്റ് റോ നോക്കൂ. 11, 14, 10, 12, 15. ഏതാണ് ലാർജ് നമ്പർ എന്ന് പറയുന്നത്? 15 ആണ് അല്ലേ? ഇത് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ കളേർഡ് നമ്പേഴ്സ് എന്നാണ്. അതിൻ്റെ റിലേഷൻ എന്താണ്? കണ്ടിന്യൂസ് നമ്പറാണ് അല്ലേ? 11, 12, 13, 14, 15 എന്നുള്ള ആ നമ്പറാണ് നമുക്ക് കിട്ടിയത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഗിവ് ദ സെയിം കളർ ടു ദ സ്മോളസ്റ്റ് നമ്പർ ഇൻ ഈച്ച് റോ. നേരത്തെ ലാർജസ്റ്റ് നമ്പർ ആയിരുന്നു അല്ലേ? ഇനി പറഞ്ഞിരിക്കുന്നത് സ്മോളസ്റ്റ് നമ്പറാണ്. അപ്പോൾ ഓരോ റോയും കണ്ടുപിടിച്ച് എഴുതണം. ഏതൊക്കെയാണ് കിട്ടിയത്? ആദ്യത്തെ റോയിലെ സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. രണ്ടാമത്തേത് 9, മൂന്നാമത്തേത് 8, നാലാമത്തേത് 7, അഞ്ചാമത്തേത് 6 ആണ്. അപ്പോൾ അതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് ഏതാണ്? കണ്ടിന്യൂസ് നമ്പർ ആണ് അല്ലേ? 6, 7, 8, 9, 10. Okay dears, complete your textbook activities and study well. See you in next class. Thank you.